കലോത്സവത്തിലെ കോഴ വിവാദത്തിൽ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 11 നൃത്ത ഇനങ്ങൾ മാറ്റിവെച്ചു. ഈ മാസം 30-ാം തീയതിയിലേക്കാണ് മത്സരങ്ങൾ മാറ്റിയിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന 3 ഓഡിയോ സന്ദേശങ്ങളിലും വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഒരു ഓഡിയോയിൽ കട്ടപ്പനയിലുള്ള നൃത്താധ്യാപകൻ ഒരു ജഡ്ജിനെ വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതാണ്. കേക്കാവോ? കേക്കാം. സ്റ്റേജിന്റെ പ്രശ്നമായതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് വേറെ വേദിയിലേക്ക് പരിപാടി മാറ്റി. മനസ്സിലായോ? അപ്പൊ അതാണ്, അങ്ങനെ എന്തെങ്കിലും പേടിയോ ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒഴിവായിക്കോന്നാ ഞാൻ പറയുന്നത്. ഇല്ല, പേടിയും ഭയമൊന്നുമില്ല. എന്റെ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ 3rd വന്ന ഗ്രൂപ്പ് ആ പിള്ളേർ തന്നെ ഉള്ളത്. ഒന്ന് UP ഗ്രൂപ്പ് നല്ലതാ. അതിനകത്ത് ഒരു എക്സ്ക്യൂസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തന്നെ ഇല്ല. മറ്റൊന്ന്, നൃത്ത ഇനങ്ങളിൽ ജഡ്ജസുമാർ ആകുന്നവരുടെ ഓൺലൈൻ മീറ്റിംഗിന്റെ ശബ്ദരേഖയാണ്. ശ്രീലക്ഷ്മി നോക്കട്ടെ, പറയട്ടെ അവളോട്. പക്ഷെ നമുക്ക് പറയുന്നത് ചെയ്യുന്നവളുമാരല്ല. പറയുന്നവള് ചെയ്യും. കഴിഞ്ഞ ദിവസം പാലക്കാടിനോട് ചെയ്യുന്നവള് പറയുന്നവള് ചെയ്തോളും. ഈ പ്രീതി ടീച്ചർ ആ ഗ്രൂപ്പിൽ നിന്ന് മോഹിനിയാട്ടത്തിന് ടീച്ചറിനും അറിയത്തില്ലല്ലേ. പക്ഷെ കേരളം നിന്നൊക്കെ കലാശമൊക്കെ 2 പേർക്ക് അറിയാവുന്ന പറഞ്ഞല്ലേ. 3ാമത് ഡെമ്മി ഇരുന്നോട്ടെ. അതിനെന്താ ഈ 3ാം സൂസൻ ഇരുന്നാ മതിയായിരുന്നു. അവളെ എന്റെ ശിഷ്യത്തി. ഓക്കെ, ഡമ്മി പറയാൻ 2 പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. 3ാമത്തെ ആളെ ഡെമ്മിയായിട്ട് ഇരിക്കട്ടെ. അതിനെന്താ? സംസ്ഥാനത്തുടനീളം പല ജില്ലകളിലും ഇവരൊക്കെ തന്നെയാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത് എന്ന് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. പറഞ്ഞ കേൾക്കാത്ത ആറ്റം ബോംബുകളെ ജഡ്ജ് ആക്കരുതെന്ന് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അരുണിമ 29 ഇരിക്കാവോ? അരുണിമ അങ്ങനെയാണെങ്കിൽ എനിക്ക് മോഹിനിയാട്ടം ഒറ്റപ്പെടുത്തൂല്ല. എന്റെ സബ് കുച്ചിപ്പുടിയായിരുന്നു. എനിക്ക് മോഹിനിയാട്ടം ഒരു പിടുത്തവും ഇല്ല. അങ്ങനെയുള്ള ആറ്റം ബോംബുകളൊന്നും എനിക്ക് വേണ്ട. പറയുന്നത് കേൾക്കുന്നവളുമാര് മാത്രം മതി. അതെ, ജഡ്ജുമാർ ആകുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആർക്കൊക്കെ പ്രൈസുകൾ കൊടുക്കണം, ആരെയൊക്കെ തട്ടണമെന്ന് ഫോട്ടോ സഹിതം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനയായ KPSTIക്കായിരുന്നു ഈ വർഷത്തെ കലോത്സവ നടത്തിപ്പിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. മേളയുടെ 2ാം ദിവസമായ ഇന്ന് 1ാം വേദിയിലെ മത്സര ഇനങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. 1ാം വേദിയിൽ നൃത്ത ഇനങ്ങൾ നടക്കുമ്പോൾ നൃത്ത ഇനങ്ങളിലെ ജഡ്ജസ് അവർ പക്ഷപാതപരമായി പെരുമാറുന്നവരും അഴിമതിക്കാരും കോഴ വാങ്ങി സമ്മാനം കൊടുക്കുന്നവരുമാണ് എന്ന് രക്ഷിതാക്കളും കുട്ടികളും പരാതിപ്പെട്ടതിൻ്റെ പേരിലാണ് മേള മാറ്റിവെക്കേണ്ടി വന്നത്. അത് പരിശോധിച്ചപ്പോൾ ജഡ്ജിംഗ് പാനലിൽ ഉള്ള ജഡ്ജസിനെ DD തയ്യാറാക്കുന്ന പാനൽ DGE അംഗീകരിച്ച് ആ പാനലിലുള്ളവരെയാണ് ജഡ്ജസായി തിരഞ്ഞെടുക്കേണ്ടത്. പരിശോധിച്ചപ്പോൾ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആരോപണം ശരിയാണെന്നും ഈ ജഡ്ജിംഗ് പാനലിൽ ഇല്ലാത്തവരാണ് ഇന്ന് ജഡ്ജസായി വന്നത് എന്നും മനസ്സിലാക്കുന്നു. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തപ്പോൾ അവർ ഗൗരവപൂർവമായി കാര്യക്ഷമതയോടെ ഈ പ്രവർത്തനങ്ങൾ നടത്താതെ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുകയും പ്രോഗ്രാം നടത്തുകയും ഒക്കെ വളരെ ലാഘവത്തോടെ കാണുകയും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 11 നൃത്ത ഇനങ്ങൾ മാറ്റിവെച്ചു. 30-ാം തീയതിയിലേക്കാണ് മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.